പലപ്പോഴും നമ്മൾ പബ്ലിക് വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നത് അത് സുരക്ഷിതമാണോ? പബ്ലിക് വൈഫൈ ഒരിക്കലും യൂസ് ചെയ്യരുത്. ലോകത്തിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും ആ റെയിൽവേ സ്റ്റേഷന്റെ പേരിൽ ചില വൈഫൈ കാണും. ഇപ്പം നമ്മൾ പിന്നെ നമുക്ക് നെറ്റ് യൂസ് ചെയ്യണം, ഡേറ്റ ഇല്ല, അപ്പോൾ വൈഫൈ ഫ്രീ വൈഫൈ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ വൈഫൈ നോക്കിക്കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയുടെ ഒരു ലിസ്റ്റ് വരും. അതിൽ കാണാം ഇപ്പോൾ ആ ലോക്കൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് പറഞ്ഞിട്ട് ഒരു വൈഫൈ കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് റെയിൽവേ തരുന്ന ഫ്രീ വൈഫൈ ആണെന്ന് വിചാരിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കാതെ കണക്റ്റഡ് ആവും, നെറ്റിലേക്ക് കണക്റ്റഡ് ആവും. അത് റെയിൽവേ ഫ്രീ ആയിട്ട് തരുന്ന ഒരു വൈഫൈ എന്നുള്ള. ആക്ച്വലി ഇതൊരു ട്രാപ്പ് ആവും. പുറത്ത് ഏതെങ്കിലും ഒരു ക്രിമിനല് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേരിൽ അയാൾ അവിടെ ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നെറ്റിലേക്ക് കയറുന്നത് അയാളുടെ സിസ്റ്റത്തിൽ കൂടിയാ നിങ്ങൾ നെറ്റിലേക്ക് കയറുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നെറ്റിൽ കയറിയിട്ട് നിങ്ങൾ പലതും സെർച്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ സിഗ്നൽസ് ഒക്കെ പോണത് അയാളുടെ സിഗ്നൽ ഇത് കൂടിയാണ് നെറ്റിലേക്ക് കയറി പോണത്. തിരിച്ച് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും കയറാം. അപ്പൊ ക്രിമിനലിന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കയറാൻ ഒരു വഴി. അയാൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഹാക്ക് ചെയ്ത് കയറിയിട്ട് കുറെ ഡേറ്റ എടുത്തു കൊണ്ടുപോകും, പലതും എടുത്തു കൊണ്ടുപോകും. ഇനി അല്ലാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബാങ്കിങ് വല്ലതും അപ്പോൾ ആ നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടും. അപ്പോൾ ഒരിക്കലും ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഹോട്ടൽ വൈഫൈ, റെയിൽവേ സ്റ്റേഷനിലെ വൈഫൈ, അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈകൾ യൂസ് ചെയ്യരുത്. ട്രാപ്പ് ആവാം. 10ൽ 9 ട്രാപ്പ് ആയിരിക്കില്ല. പക്ഷെ ആ 1 കൂടെയാണ് നമ്മൾ കയറണേന്ന് വെച്ചാൽ ട്രാപ്പ് ആവും, നമ്മൾ കൊടുക്കും ചെയ്യും. നമ്മുടെ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആവും. അങ്ങനെയാ അതിനെ പറയാ. നമ്മുടെ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആവും. കോംപ്രമൈസ്ഡ് ആയ പിന്നെ നമ്മുടെ ഇമെയിൽ ഹാക്കായി പോവും, ഇൻസ്റ്റഗ്രാം ഹാക്കായി പോവാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്കായി പോവാം, അല്ലെങ്കിൽ പിന്നെ ജിമെയിൽ ഹാക്ഡ് ആയി പോവാം, അല്ലെങ്കിൽ യാഹൂ മെയിൽ ഹാക്ഡ് ആയി പോവാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ അതായിട്ട് ഹാക്ഡ് ആയി പോവാം. ഇങ്ങനെ എവിടെ എന്താ സംഭവിക്കുക എന്ന് പിന്നെ പറയാൻ പറ്റില്ല.